ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്തെന്ന് വളരെ എളുപ്പത്തിലുള്ളൊരു ഈവനിങ് സ്നാക്കാണ്, ബ്രെഡും ഏത്തക്കയും വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണിത്. അപ്പം നെയ്യൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രെഡിൻ്റെ 4 വശവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 4 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വരുമ്പം ഇത് കൊടുക്കാനാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഇതിൻ്റെ ഏത്തക്കയുടെ തൊലി കളഞ്ഞൊരു നീളത്തിലിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏത്തയ്ക്ക ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇനി കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ഏത്തയ്ക്ക രണ്ടായിട്ട് കട്ട് ചെയ്ത് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്ത ശേഷം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേ രീതിയിലാണ്. അപ്പം ബ്രെഡ് ഞാൻ 4 വശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പീസായിട്ട് ഇതേ രീതിയിലൊന്ന് പരത്തിയെടുക്കണം. ഇത് കണക്ക് നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇതേ രീതി പരത്തുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ബ്രെഡ്. അപ്പോൾ നിങ്ങൾ പരത്തി ഇത് കണക്കൊന്ന് ഉണ്ടാക്കി നോക്കിക്കുക. അപ്പോൾ അറിയാൻ പറ്റും, നല്ല ഹാർഡായിരിക്കുന്ന ബ്രെഡും സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം പരത്തിയെടുത്ത ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഏത്തയ്ക്ക നെയ്ക്കകത്തൊന്ന് പിടിക്കണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. ഇപ്പം നോക്കിക്കുക, നല്ലതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട് നെയ്ക്കകത്ത്. ഇനി നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഏത്തയ്ക്കകത്തൊന്ന് പിടിക്കണം. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഇച്ചിരി മധുരം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. അപ്പം പഞ്ചസാരയും നല്ലോണം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ബ്രെഡ് എടുക്കുക. അതിലേക്ക് ഈ ഏത്തയ്ക്ക നെയ്യിൽ പൊരിച്ചത് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി വയ്ക്കുക. എന്നിട്ട് വേറൊരു ബ്രെഡ് ഇതിനകത്ത് പ്രസ് ചെയ്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ആ പാല് ഇതിൽ 4 വശവും മുക്കുക. കാരണം ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് മുക്കിയാൽ മതി, ഇളകി പോവും. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഞാൻ അതേ സെയിം പാനിനകത്ത് തന്നെ, നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിക്കുക. ഇനി നമുക്ക് ഈ ബ്രെഡ് വെച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ബ്രൗൺ കളറാവണം, എങ്കിലേ നല്ലോണം അങ്ങ് മുരിയത്തുള്ളൂ. റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നോക്കിക്കേ, അപ്പം നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പം കുട്ടികൾക്കും കഴിക്കാം, മുതിർന്നവർക്കും കഴിക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതേണക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അവർ കഴിച്ചോളുകയും ചെയ്യും. അപ്പം നെയ്യൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതേണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേവരെ ബായ്.